ഹൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുൽ സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഷോർട്ട് ടൈം കൊണ്ട് നമുക്ക് തന്നെ ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അതിലേറ്റവും പ്രധാനമായിട്ട് നമുക്കൊരു 2-3 മാർക്ക് വരെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് നമ്മൾ തമ്മിൽ കാണുന്ന പോലെ തന്നെ 5 മിനിറ്റ് കൊണ്ട് 5 മാർക്ക്, 5-ലധികം മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം, ഡിലേ ആക്കുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ വെർ നവാബ്സ്. നവാബ്സിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട്, നവാബ്സ് എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് നവാബ്സ് എന്നാണ് നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, കമ്പനി ഒഫീഷ്യൽസ് ഹൂ മാനേജ്ഡ് ടു റിട്ടേൺ ബ്രിട്ടൻ വിത്ത് വെൽത്ത് ലെഡ് flashy leaves and flooded their riches. They were called Nawabs and Anglicized version of the Indian word Nawab. Indian word ആയിട്ടുള്ള നവാബിൻ്റെ Anglicized വേർഷൻ ആണെന്ത് ഈ പറയുന്നത് നവാബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ വെൽത്തി ആയിട്ട് ഇവിടെ ഇന്ത്യയിൽ വരികയും ഇന്ത്യയിൽ എന്താ പറയുക, ഇന്ത്യയിൽ വർക്ക് ചെയ്യുകയും then വെൽത്തി ആയിട്ട് ഇന്ത്യയിലെ മാക്സിമം വെൽത്തൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇവർ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു നമുക്ക് പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക, കമാൻഡിങ് പൊസിഷൻസിലൊക്കെ ആയിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്, വന്ന് നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇറ്റ് മീൻ ടു ബി നവാബ്സ്. എഗെയിൻ നവാബ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇറ്റ് മീൻസ് ഓഫ് കോഴ്സ് ദാറ്റ് ദ കമ്പനി അക്വയർഡ് മോർ പവർ ആൻഡ് അതോറിറ്റി, ബട്ട് ഇറ്റ്സ് ഓൾസോ മീൻസ് സംതിങ് എൽസ്. ഈച്ച് കമ്പനി സെർവൻറ്റ് ബിഗാൻ ടു ഹാവ് വിഷൻ ഓഫ് ലിവിങ് ലൈക്ക് നവാബ്സ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, കമ്പനിക്ക് എന്ത് പവർ കിട്ടുന്നുണ്ട്, നവാബ് എന്നുള്ള കമ്പനി ബിഗെയിം നവാബ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, കമ്പനി കുറച്ചും കൂടി മോർ പവർഫുൾ ആവുന്നുണ്ട്. ബംഗാളിൽ കമ്പനിക്ക് മോർ പവർ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ഈ പറയുന്ന പോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലൊക്കെ കമ്പനിക്ക് മോർ പവർഫുൾ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചെറിയ സൗണ്ട് പ്രോബ്ലം ഉണ്ട്, മക്കൾക്ക് ഓക്കെ ആവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് അട്രാക്റ്റഡ് യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസ് ടു ഇന്ത്യ. യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസിനെ എങ്ങനെയാണ് ഇന്ത്യ അട്രാക്ട് ചെയ്തത്, എങ്ങനെയാണ് അവർ ഇന്ത്യയെ അട്രാക്ട് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ദ ഫൈൻ ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ ആൻഡ് സിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഹാഡ് എ ബിഗ് മാർക്കറ്റ് ഇൻ യൂറോപ്പ്. പെപ്പർ, ക്ലോവ്സ്, കാർഡമം ആൻഡ് സിനമൺ ടു വെയർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഫൈൻ ഗുഡ്സ് ഈ പറഞ്ഞ പോലെ തന്നെ കോട്ടൺ, സിൽക്ക് പോലുള്ള ഫൈൻ ഗുഡ്സ്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഗുഡ്സിന് ഈ പറയുന്ന ബ്രിട്ടനിൽ ഒരു ഗ്രേറ്റ് മാർക്കറ്റ് തന്നെ ഉണ്ട്. ഇന്ത്യൻ ഗുഡ്സിന് അവിടെ നിന്നുണ്ട് വലിയ ഡിമാൻഡ് തന്നെ ഉണ്ട്. കൂടാതെ കുറച്ച് സ്പൈസസും, ഈ പെപ്പർ, കാഡമം പോലെയുള്ള സ്പൈസസിനും വലിയ ഡിമാൻഡ് ഇവിടെ ഉണ്ട്, യൂറോപ്യൻ മാർക്കറ്റ്സിലുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് യൂറോപ്യൻ ട്രേഡേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നത്, ഇന്ത്യയെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ 3 ചോദ്യങ്ങളാണ്. വാട്ട് ഇറ്റ് മീൻ ടു ബി നവാബ്സ്, ദെൻ ഹു വെർ കോൾഡ് നവാബ്സ്, ദെൻ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വാട്ട് അട്രാക്റ്റഡ് യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസ് ടു ഇന്ത്യ. ഇങ്ങനെ 3 ചോദ്യങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഒരു 2-3 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ 3 ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചെടുത്തില്ല അല്ലേ. വിത്തിൻ 5 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു, 3 ചോദ്യങ്ങൾ പഠിച്ചെടുത്തു. അപ്പോൾ ഇതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ ചോദ്യങ്ങളും വലിയ ചോദ്യങ്ങളും കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും MCQ ക്വസ്റ്റ്യൻസും ഇങ്ങനെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ എൻറ്റയർ ടീം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. കൂടാതെ ലൈവ് ക്ലാസ്സസും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നോട്ടിഫിക്കേഷനൊക്കെ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ മാത്രമേ ഈ ലൈവ് കാര്യങ്ങളാണെങ്കിലും എല്ലാം കൃത്യമായിട്ട് അറിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ക്ലാസ്സസിൻ്റെ ലിങ്കൊക്കെ മക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തട്ടെ നമ്മുടെ ക്ലാസ്സസ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ക്ലാസ്സസ് കാണാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.